ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഗുഡ്വില്ലിൻ്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുന്ന വ്യത്യസ്ത മെത്തേഡുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനും മനസ്സിലാക്കാനും ശ്രമിച്ചത്. അതിലാദ്യത്തെ രണ്ട് മെത്തേഡുകൾ നമ്മൾ വിശദമായി ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്തു. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡാണ്. ആ രീതിയിൽ എങ്ങനെയാണ് ഗുഡ്വില്ലിൻ്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് ഇന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കും. ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ മൂന്ന് രീതിയിലും ഗുഡ്വില്ലിൻ്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള വാല്യൂ ആണ് ലഭിക്കുക. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു വാല്യൂ ആയിരിക്കും സൂപ്പർ പ്രോഫിറ്റ്. അതുപോലെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എല്ലാം ഒരുപോലെ ആയിക്കണമെന്നില്ല. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് ഗുഡ്വില്ല് വാല്യൂ ചെയ്യേണ്ടത് എന്ന് എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുക? അത് പാർട്ട്നേഴ്സ് തമ്മിൽ പരസ്പര ധാരണയിലെത്തിയിട്ട് അവർ ഒരു രീതി തിരഞ്ഞെടുക്കുന്നു, അല്ലേ? പാർട്ട്നേഴ്സാണ് തീരുമാനിക്കേണ്ടത്. അവർ തമ്മിൽ മ്യൂച്വലി ഒരു ധാരണയിലെത്തുന്നു. ആ ധാരണ അനുസരിച്ച് ഏത് മെത്തേഡാണോ ഫോളോ ചെയ്യേണ്ടത് ആ മെത്തേഡ് ഫോളോ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് അനുസരിച്ച് ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് രണ്ട് രീതികളുണ്ട്. നിങ്ങൾക്ക് ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യാം ബൈ ക്യാപിറ്റലൈസിങ് ദ ആവറേജ് പ്രോഫിറ്റ്, ഓർ you can calculate the goodwill by capitalizing super profit. Capitalizing average profit. സ്ഥാപനത്തിൻ്റെ ആവറേജ് പ്രോഫിറ്റ് ക്യാപിറ്റലൈസ് ചെയ്ത് ആ എമൗണ്ടിനെ സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ ക്യാപിറ്റൽ എംപ്ലോയ്ഡുമായിട്ട് കമ്പയർ ചെയ്ത് ഗുഡ്വില്ല് കണ്ടുപിടിക്കുന്ന രീതി. So under this method, goodwill is calculated by deducting actual capital employed from the capitalized value of average profit. Capitalized value of average profit നിന്ന് actual capital employed മൈനസ് ചെയ്താൽ കിട്ടുന്ന തുകയാണ് ഗുഡ്വിൽ. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്താൽ കിട്ടുന്ന തുക. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്ഥാപനത്തിൻ്റെ ആവറേജ് പ്രോഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലേ? എന്താണ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? മുൻ വർഷങ്ങളിലെ ലാഭത്തിൻ്റെ ആവറേജ് അല്ലെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റ്. അതിനെ ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ പ്രോഫിറ്റ് നേടാൻ സാധാരണ ബിസിനസ്സിൻ്റെ റിട്ടേൺ റേറ്റ് അനുസരിച്ച് എത്ര ക്യാപിറ്റൽ വേണം എന്ന് കണ്ടെത്തുക. എന്താണ് ആ ആവറേജ് പ്രോഫിറ്റ്? സ്ഥാപനം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥ പ്രോഫിറ്റ് നേടാൻ സാധാരണഗതിയിൽ ഒരു ബിസിനസ്സിന് എത്ര ക്യാപിറ്റൽ ആവശ്യമായി വരും? അതായത് സാധാരണ ബിസിനസ്സിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ അനുസരിച്ച് എത്ര ക്യാപിറ്റൽ വേണ്ടി വരുമെന്ന് കണ്ടെത്തുക. ആ കണ്ടെത്തിയ തുകയെ സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ ക്യാപിറ്റൽ എംപ്ലോയ്ഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഗുഡ്വില്ല് കണ്ടെത്തുന്ന രീതി. രണ്ടാമത്തെ രീതി എന്താണ്? ക്യാപിറ്റലൈസിങ് സൂപ്പർ പ്രോഫിറ്റ്. ഈ മെത്തേഡ് പ്രകാരം സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്തുക, എന്നിട്ട് സൂപ്പർ പ്രോഫിറ്റിൻ്റെ വാല്യൂവിനെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാപിറ്റലൈസ് ചെയ്യാം. ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് അനുസരിച്ച് ഗുഡ്വില്ല് കണ്ടെത്താം. രണ്ട് രീതി ഫോളോ ചെയ്താലും ഒരേ വാല്യൂ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. നമുക്കൊരു ഉദാഹരണ സഹിതം ഈ മെത്തേഡുകളൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഫൈൻ. ഒരു സ്ഥാപനത്തിൻ്റെ ആവറേജ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്
60,000 ആണ്. ഫൈൻ, ക്ലിയർ? ഓക്കെ. ദെൻ പിന്നീട് പറയുന്നു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഫോർ ദിസ് ബിസിനസ് ഈസ് 12%. സാധാരണ ഇത്തരം ബിസിനസ്സിനുള്ള റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ലാഭശതമാനം എന്ന് പറയുന്നത് എത്രയാണ്? 12%. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? സാധാരണഗതിയിൽ ഈ ബിസിനസ് ചെയ്യുന്ന മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക് എത്ര ശതമാനം ലാഭം ലഭിക്കുന്നുള്ളൂ? 12%. അവർ ഇൻവെസ്റ്റ് ചെയ്ത അവരുടെ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ 12% ലഭിക്കുന്നുള്ളൂ. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, സാധാരണ എല്ലാ ബിസിനസ് സ്ഥാപനത്തിനും ലഭിക്കുന്ന ലാഭശതമാനം എത്രയാണ്? 12%. നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ എത്ര കിട്ടുന്നുണ്ട്? 60,000 രൂപ. ഓക്കെ. ഇനി നമുക്കൊരു വിവരം കൂടി തരികയാണ്, വിച്ച് ഈസ് ദ ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്. സ്ഥാപനത്തിൻ്റെ യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത തുക ക്യാപിറ്റൽ എംപ്ലോയിഡ്, അല്ലെങ്കിൽ അതിനെ നെറ്റ് അസറ്റ് എന്നും കൂടി പറയുന്നു. എന്തുകൊണ്ടാണ് നെറ്റ് അസറ്റ് എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. അത് മറക്കരുത്. അത് നിങ്ങൾ നോട്ടിൽ എവിടെയെങ്കിലും കുറിച്ച് വെക്കുക. എന്താണ്? ക്യാപിറ്റൽ കാണാൻ അസറ്റ്സിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? ലയബിലിറ്റീസ് മൈനസ് ചെയ്താൽ മതി അല്ലേ? ആസ്തിയിൽ നിന്ന് ബാധ്യത മൈനസ് ചെയ്താൽ കിട്ടുന്ന നെറ്റ് അസറ്റ്, ബാക്കിയുള്ള അസറ്റ്, അതിനെയാണ് എന്ത് പറയാം? ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയാം. അപ്പോൾ നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാലും അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാലും ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാലും ഒരു തുകയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ബിസിനസ്സിൽ നിക്ഷേപിച്ച, ബിസിനസ്സിൽ എംപ്ലോയ് ചെയ്ത ക്യാപിറ്റൽ. ഓക്കെ, അതെത്രയുണ്ട്? 4 ലക്ഷം രൂപ. ഓക്കെ, ഈ 3 വിവരം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ? സാധാരണ മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന ലാഭ ശതമാനം, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ആക്ച്വൽ പ്രോഫിറ്റ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഓക്കെ, ഫൈൻ. നമുക്കിനി ഗുഡ്വില്ലിൻ്റെ വാല്യൂ ഈ രീതി പ്രകാരം ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ആദ്യത്തെ മെത്തേഡ് പ്രകാരം, അതായത് ക്യാപിറ്റലൈസിങ് ദ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്ന മെത്തേഡ് പ്രകാരം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്ത വാല്യൂ കണ്ടെത്തണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആവറേജ് പ്രോഫിറ്റിനെ റേറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് അല്ലേ? പ്രോഫിറ്റ് കണ്ടെത്തുകയല്ല, ക്യാപിറ്റൽ എംപ്ലോയിഡിൽ നിന്ന് പ്രോഫിറ്റ് കണ്ടെത്തുന്നതിന് അപ്പുറത്തേക്കായിട്ട് തിരിച്ച് പ്രോഫിറ്റ് വെച്ചിട്ട് ക്യാപിറ്റൽ എംപ്ലോയിഡ് അങ്ങോട്ട് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി? സാധാരണഗതിയിൽ നമ്മൾ എത്ര ശതമാനം എന്ന് കാണാൻ വേണ്ടിയിട്ട് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇത് തിരിച്ച് അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, റേറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഫൈൻ. അപ്പോൾ ആവറേജ് പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആവറേജ് പ്രോഫിറ്റിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, റേറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100/12 വിച്ച് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 60,000 ആണ്. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 12 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 5 ലക്ഷം കിട്ടി. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഇതെന്താണ് അർത്ഥമാക്കുന്നത്? അതായത് നമ്മുടെ സ്ഥാപനത്തിന് 60,000 രൂപ ലാഭമുണ്ട് അല്ലേ? ഓക്കെ, സാധാരണഗതിയിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഈ 60,000 രൂപ ലാഭം ലഭിക്കണമെങ്കിൽ എത്ര ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം? 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണം, എന്നാലേ കിട്ടുന്നുള്ളൂ അല്ലേ? അപ്പോൾ മറ്റുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ഈ 60,000 രൂപ ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്താലേ കിട്ടുള്ളൂ? 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണം. അതേസമയം നമ്മുടെ സ്ഥാപനം വെറും 4 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ലാഭം നേടുന്നു അല്ലേ? വളരെ കുറച്ച് എമൗണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ ലാഭം നേടുന്നു. അപ്പോഴാ ഗുഡ്വില്ലുള്ളൂ അല്ലേ? ഓക്കെ, ആ ഗുഡ്വില്ലിൻ്റെ വാല്യൂ നമ്മൾ ഇനി എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാം? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. യഥാർത്ഥ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് 4 ലക്ഷമാണ്. ഓക്കെ, അപ്പോൾ ഗുഡ്വിൽ എന്ന് പറയുന്നത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അതായത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത് 5 ലക്ഷമാണ്, നിങ്ങളുടെ യഥാർത്ഥ ക്യാപിറ്റൽ 4 ലക്ഷമാണ്. സോ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഗുഡ്വിൽ എന്ന് പറയുന്നത് എത്രയാണ്? 1 ലക്ഷം രൂപയാണ്. ഈ 1 ലക്ഷം രൂപ യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റ് ചെയ്താലേ ഈ പ്രോഫിറ്റ് കിട്ടാൻ പാടുള്ളൂ അല്ലേ? അത്രയും ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ സ്ഥാപനത്തിന് ആ പ്രോഫിറ്റ് കിട്ടുന്നു. അപ്പോൾ ഡിഫറൻസ് എമൗണ്ടിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? ഗുഡ്വില്ലായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കാൽക്കുലേഷനാണ്, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാണാൻ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്ത വാല്യൂ കണ്ടെത്തണം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്? നോർമൽ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ അടിസ്ഥാനത്തിൽ. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആവറേജ് പ്രോഫിറ്റിനെ റേറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
ഓക്കെ. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് ലഭിക്കാൻ സാധാരണഗതിയിൽ ബിസിനസ് എത്ര ക്യാപിറ്റൽ എംപ്ലോയിഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ദെൻ അതിനെ യഥാർത്ഥത്തിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത തുകയുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ഗുഡ് വില്ല് കിട്ടുന്നു. ഓക്കെ. ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്തിയിട്ടും കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെയാണ്? ആദ്യം സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? മറന്നിട്ടില്ലല്ലോ. എന്താണ്? ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? നോർമൽ പ്രോഫിറ്റ് മൈനസ് ചെയ്യണം. ഇവിടെ ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ആക്ച്വൽ അല്ലെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 60,000 രൂപയാണ്. നോർമൽ പ്രോഫിറ്റ് എത്രയാണ്? 12% എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ബിസിനസ്സിൽ എംപ്ലോയ് ചെയ്ത ക്യാപിറ്റൽ 4 ലക്ഷമാണ്. അപ്പോൾ 4 ലക്ഷത്തിൻ്റെ 12% എന്ന് പറയുമ്പോൾ എത്രയുണ്ടാവും? 4 ലക്ഷം ഇൻറ്റു 12/100 എന്ന് പറയുമ്പോൾ 48,000 രൂപ. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 60,000 മൈനസ് 48,000 എന്ന് പറയുമ്പോൾ 12,000 രൂപ. അപ്പോൾ സ്ഥാപനത്തിന് സൂപ്പർ പ്രോഫിറ്റ് എത്രയുണ്ട്? 12,000 രൂപ. ഈ 12,000 രൂപ ഞങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഗുഡ് വില്ല് കിട്ടും. അപ്പോൾ ഈ മെത്തേഡ് പ്രകാരം ഗുഡ് വില്ല് ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് എ സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ 12,000-നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോഴും നിങ്ങൾക്ക് 1 ലക്ഷം തന്നെ കിട്ടുന്നു. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഈ 2 രീതി ഫോളോ ചെയ്താലും നിങ്ങൾക്ക് ഒരേ ഉത്തരം തന്നെയാണ് കിട്ടുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ഒരു ചോദ്യം ചെയ്താലോ? ഓക്കെ. And here is a question for you. A business has earned an average profit of rupees 100,000, which means 1 lakh during the last few years. So during the last few years, the business is earning 1 lakh as average profit. And the normal rate of return in similar business is 10%. So the normal rate of return of all business is 10%. At that time, we are earning a profit of 1 lakh. So our profit is 1 lakh every year, or our profit is average profit is 1 lakh, while the normal rate of return of similar business is 10%. Okay, fine. Now you are required to ascertain, or you are required to calculate the value of goodwill by capitalization of average profit method, given that the value of net asset of the business is 8,20,000. So you are required to calculate the value of goodwill by the capitalization of average profit method, and given that, and you are given an information that the net assets of the business is 8,20,000. Net assets, which means assets minus liabilities, which means capital employed. The actual capital employed of the business is 8,20,000. So you got 3 informations. You got the average profit, average actual profit, you got the normal rate of return, which is 10%, and you got the capital employed, which is 8,20,000. So you can now easily calculate the value of goodwill, isn't it? Okay. So by using the first method, you will have to calculate the capitalized value of average profit. For that, you have to multiply the average profit with 100 and divide it by rate. So your average profit is 1 lakh. You multiply it with 100 and divide it by the rate, which is 10%. So 1 lakh into 100 divided by 10 is equal to 10 lakh. So based on the normal rate of return, which is 10%, to earn a profit of 1 lakh, you need 10 lakh as capital. So the capitalized value of average profit is 10 lakh. Now you can easily calculate the value of goodwill. How? By deducting actual capital employed from the capitalized value of average profit. So goodwill is equal to capitalized value of average profit minus the actual capital employed. So 10 lakh minus 8,20,000 is equal to 1,80,000. Clear?
The same question you can answer by using the other method also, which is capitalizing the super profit method. Shall we try? Okay. For that, you will have to calculate the super profit. Super profit is equal to actual average profit minus normal profit. The actual average profit is 1 lakh and the normal profit is, rate is 10%. So 10% of 8,20,000, 8,20,000 into 10 divided by 100 is equal to 82,000. So if you deduct 82,000 from 1 lakh, you will get 18,000 as super profit. So super profit of the firm is 18,000. What is the value of goodwill? You will have to capitalize 18,000 by using the rate of return of 10%. So if you multiply 18,000 into 100 and divide it by 10, you will get 1,80,000. So you can see that if you use both these methods, you will get the same answer, which is 1,80,000. I think this idea is very clear to you, and it's high time to say goodbye. Have a nice day. Thank you.